ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു 4 മണി പലഹാരമായാലോ. വളരെ പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ശർക്കര നല്ലതുപോലെയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചെരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങയായിരുന്നേ, അത് ഇത്രയും അധികം ഉള്ളത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഒന്ന് മൂത്ത് കിട്ടട്ടെ. അപ്പോൾ ഈ ശർക്കരയുടെ വെള്ളവും ഒന്ന് വറ്റിക്കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ആ ശർക്കര കിടന്ന് തേങ്ങ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് മതിയേ. അപ്പോൾ നമ്മുടെ ഈ ശർക്കരയ്ക്കൊക്കെ തേങ്ങയ്ക്കും ശർക്കരയൊക്കെ നല്ല നെയ്യ് കിടന്ന് മുരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. നല്ല മയവും കിട്ടും. ഇങ്ങനെ ബലത്തിലിരിക്കില്ല. അല്ലെങ്കിൽ ശർക്കര ഒന്ന് ഉരുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുറുകിയിരിക്കും. അപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കണം കൊണ്ട് നല്ല മയം കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്, ശർക്കരയുടെയൊക്കെ വെള്ളം. ഇതിലേക്ക് ഒരല്പം ജീരകവും ഒരു 2-3 ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും കിട്ടും. ഇനി ഞാനിതിലേക്ക് ഒരല്പം അവലും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ഈ അവൽ ഞാനൊന്ന് വറുത്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വല്ല പൂപ്പൽ ചൊവ്വയൊക്കെ ഉണ്ടാവുമേ. അപ്പം നല്ലപോലെ ഒന്ന് വറുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നമ്മൾ അവൽ എങ്ങനെ വിളയിച്ചെടുക്കുന്നോ അത് തന്നെയാണ് ഇതും. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണേ. ആ ശർക്കരയും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടട്ടെ. ഇനി നമുക്ക് 2 കപ്പ് അരിപ്പൊടി, അപ്പത്തിന് പൊടിച്ച പൊടിയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വെള്ളം തിളച്ചിട്ട് ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യണേ. ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് പൊടിയിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഈ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചൊന്ന് ഇളക്കി നോക്കണേ. നല്ലതുപോലെ തിളക്കണം, വെള്ളം വെട്ടി തിളക്കണം. അപ്പോൾ വെള്ളം പോരാ, കുറച്ച് വെള്ളം കൊടുക്കണേ. അപ്പം ഞാൻ ഇതിലേക്കും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടി കുഴക്കുമ്പോൾ നല്ല മയത്തി കിട്ടും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. നല്ലപോലെ ഇളക്കണം. ഇനി ഇതിൻ്റെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കൈ തൊട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി ഇത്. എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ പരത്തി ഒന്ന് കൊടുക്കണേ. അധികം കനമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ കൂട്ടിതിലേക്ക് വെച്ച് കൊടുക്കാം.
ഒരു 1.5 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അത്ര ഷേപ്പിലൊന്നും ഇതാക്കണ്ട, ഷേപ്പൊക്കെ തന്നെ വന്നോളൂ. അല്ലെങ്കിൽ ഉണ്ട ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കയ്യിലിട്ട് ഒത്തിരി നേരം ഇട്ട് ഉരുട്ടണമല്ലോ. ഇതങ്ങനെ ഉരുട്ടുമൊന്നും വേണ്ട. ഇപ്പം ഞാനിവിടെ ഒരു പേപ്പറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഈ ആപ്പിൾ പൊതിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. അതിലേക്ക് ഈ ഉണ്ട വെച്ചിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നില്ലേ ഇത്? നല്ല ശംഖിൻ്റെ ഒരു ആകൃതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണേ. അപ്പോൾ ഇത് വേവാനാണെങ്കിലും എളുപ്പത്തിൽ വേവുകയും ചെയ്യും. ഉണ്ടയാകുമ്പോഴത്തേനും വെന്തോ എന്നുള്ള ഒരു പേടിയുണ്ടാവും. പക്ഷേ ഇതാവുമ്പം ഇതിനിങ്ങനെ ഒരു വരിപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ കൂട്ടിതിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കാം. പതുക്കെ ഒന്ന് തിരിച്ചാൽ മതി. ചിലപ്പോൾ ഇതിങ്ങനെ കൈ ചിലപ്പോൾ അങ്ങോട്ട് ഊർന്നു പോരും. ഇത് ഈ കടലാസിൻ്റെ ഇതിലേ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ തട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓരോന്നെ വെച്ച് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരുന്നാലോ എന്നുള്ള ഇതുകൊണ്ടാണ്. അപ്പം ഞാനിനി നടുക്കത്തെ തട്ട് വെക്കുന്നില്ല. ഇനി അടിയിലത്തെയും മേളിലത്തെയും തട്ടാണ് വെക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ ഓരോന്നായിട്ട് പെറുക്കി വെക്കാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊന്നും വേണ്ട, അതിന് മുന്നേ ഇത് വെന്ത് കിട്ടുമേ. എന്നുവെച്ചാൽ വെള്ളം തിളച്ച് കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതേ നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കിയേ. അപ്പം നല്ല പോലെ വെന്തിട്ടൊക്കെയുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതെടുക്കാവോളെ, അല്ലെങ്കിൽ പാത്രത്തിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ചൂടാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പൊക്കിയെടുക്കാൻ പറ്റുമേ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല കനം കുറവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയുമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.